നമസ്കാരം, എക്ലിപ്സ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിലേക്ക് സ്വാഗതം. 2026-2027 പുതിയ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യമായി, സുരക്ഷ മുൻനിർത്തി സോഫ്റ്റ്വെയറിന്റെ ഒരു ഫുൾ ബാക്കപ്പ് എടുക്കുക. ഇതിനായി ഡാറ്റാബേസ് സെക്ഷനിൽ പോയി ബാക്കപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡാറ്റ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. ബാക്കപ്പ് എടുത്ത ശേഷം മെനു ബാറിലെ ടൂൾസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും അഡ്വാൻസ്ഡ് ടൂൾസ് സെലക്ട് ചെയ്ത് ഫിനാൻഷ്യൽ ഇയർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ക്രിയേറ്റ് ഫിനാൻഷ്യൽ ഇയർ എന്ന വിൻഡോ നിങ്ങളുടെ മുന്നിൽ തുറന്നുവരും. പുതിയ വർഷം തുടങ്ങാനായി താഴെയുള്ള ന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി 2026 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെയുള്ള ഡീറ്റെയിൽസ് സ്ക്രീനിൽ തെളിയും. ഇവിടെ പുതിയ ഫിനാൻഷ്യൽ ഇയറിന്റെ തീയതിയും ഡിസ്ക്രിപ്ഷനും കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കും ലെഡ്ജർ ബാലൻസുകളും പുതിയ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസായി വരണമെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഫിക്സ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഫിക്സ് ലെഡ്ജർ ബാലൻസ് എന്നീ ബോക്സുകൾ ടിക്ക് ചെയ്യുക. പഴയ ബാലൻസുകൾ ആവശ്യമില്ലെങ്കിൽ ഈ ടിക്ക് ഒഴിവാക്കാവുന്നതാണ്. എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സേവ് ബട്ടൺ അമർത്തുക. അപ്പോൾ വരുന്ന കൺഫർമേഷൻ മെസ്സേജുകൾക്ക് ക്യാരി ഫോർവേഡ് കോൺഫർമേഷൻ എസ് എന്ന് നൽകുക. ഇതോടെ 2026-2027 ഫിനാൻഷ്യൽ ഇയർ വിജയകരമായി ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പുതിയ വർഷത്തെ ബില്ലിംഗ് തടസ്സമില്ലാതെ തുടരാം.